പറയുന്നത് കേൾക്കുന്നു. Morning, ma'am. ഗുഡ് മോർണിംഗ്. യെസ്, ഓക്കെ. സോ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? എല്ലാവർക്കും റിലാക്സ് ആയോ? വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയോ? ഹൗ ഇസ് യുവർ ഫീലിംഗ്? ഒന്ന് ഷെയർ ചെയ്യോ? നന്നായിട്ട് അടിപൊളിയായിരുന്നു. നന്നായി ഫീൽ ചെയ്തു. പിന്നെ വിഷ്വലൈസ് ഒക്കെ ചെയ്യാൻ സാധിച്ചു. അപ്പോ എല്ലാവരും രാവിലെ തന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് റിലാക്സ് ആയിട്ട് നല്ല പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാനല്ലേ? ഇപ്പോ നമുക്കറിയാം. യെസ്, ഇറ്റ്സ് മീ റിയൽമി സെഷൻ ആണ് സൺഡേ. EFT കോഴ്സ് ചെയ്തവര് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാണ്. അവരെങ്ങനെയാണ് അവരുടെ ഹീലിംഗ് ജേർണി കണ്ടിന്യൂ ചെയ്തത്, എന്തൊക്കെയാണ് അവരുടെ പ്രാക്ടീസസ്, അവരുടെ ലൈഫിലെ മിറാക്കിൾസ്, ചേഞ്ചസ് എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു സെഷനാണ്. സോ ഇന്നത്തെ ഗസ്റ്റ് സെലീന മാം ആണ്. മാമിനെ വെൽക്കം ചെയ്യാണ്. സെലീന മാം. ഹലോ മാം, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു. കാണാവോ മാം? യെസ് യെസ്, വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു മാം. യെസ്, ഓക്കെ. സോ മാം ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. യെസ്, എൻ്റെ പേര് സലീന എന്നാണ്. ഞാൻ പെരിന്തൽമണ്ണയാണ് എൻ്റെ വീട് വരുന്നത്. ആൻഡ് ഞാൻ ചെയ്യുന്ന പ്രൊഫഷണലി ഞാനൊരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ് ആണ്. ഏകദേശം ഒരു 4 to 5 years ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്കൊരു മോളുണ്ട്. അതാണ് ഇപ്പം എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. യെസ്. സോ മാം EFTയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ലൈഫിൽ ഫേസ് ചെയ്തത്? അത് നിങ്ങളുടെ ഡെയിലി ലൈഫ്, വർക്ക്, റിലേഷൻഷിപ്പ്, അതൊക്കെ എങ്ങനെയാണ് ആ ഒരു ചാലഞ്ചസ് എഫക്ട് ചെയ്തത്? അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. യെസ് യെസ് യെസ്. ഫസ്റ്റ് ഓഫ് ആൾ, ഇതിനകത്ത് എത്ര മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് ഇപ്പോ എത്ര മെമ്പേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഇതിനെ കുറിച്ച് അവെയർ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് EFT എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ട്രോമാസ് മാറ്റിയിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു ഫാക്ട് നമ്മളിപ്പോ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം നോക്കിയാൽ കംപ്ലീറ്റ്ലി കാണുന്നത് ഇതാണ്. മനസ്സിനെ ശക്തിപ്പെടുത്താം, അതല്ലെങ്കിൽ മുറിവുകൾ ഉണക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വരുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു ഫാക്ട് ഉണ്ട് എന്ന് വിശ്വസിച്ച് നിങ്ങൾ ആ സറണ്ടർ ചെയ്ത്, കാരണം ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ചിന്തകളാ വരെ ഇതൊന്നും ഇല്ല, കാരണം കുട്ടിക്കാലം മുതൽ നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സോ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആ ഇതിനൊക്കെ ഒരു റെസിസ്റ്റൻസിനൊക്കെ സറണ്ടർ ചെയ്ത് ഇവിടെ എത്തിയത് തന്നെ നിങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. കാരണം കുറെ കാലം ഞാനിത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ വിചാരിച്ചു എന്റെ ജീവിതം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവം എനിക്ക് ഇങ്ങനത്തെ ഒരു വിദ്യ തന്നിട്ടുള്ളത് എന്നൊക്കെ വിശ്വസിച്ച് സ്വയം കുറ്റപ്പെടുത്തി നടന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഒരു 4-5 വർഷം എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്നാണ് എന്നെ ഷാഫി സാറിന്റെ പിന്നെ ഒരു ഇതിലാണ് എന്നെ പിടിച്ച് അവരിരുത്തി. അതുപോലെ എന്നെ അങ്ങ് അവര് അനുവദിച്ചില്ല, എന്റെ റെസിസ്റ്റന്റ് ഫോഴ്സിനെ ആക്റ്റീവ് ആക്കാൻ അനുവദിക്കാതെ അവര് പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് എന്നെ കൊണ്ട് വിശ്വസിപ്പിച്ച് ഈ ഫെബിന മാം ഒക്കെ അതിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്റെ ബിലീഫ് സിസ്റ്റം, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന രീതിയെ മാറ്റിയ വ്യക്തികളാണ് ഇവര്. അതിനുശേഷം ഇവര് പറഞ്ഞ ആ വഴിയെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതിനുശേഷമാണ് എന്റെ ജീവിതം മാറിയത്. അത് ഒരു ബ്രീഫായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. സോ ഇവിടെ വന്ന ഓരോരുത്തരും നിങ്ങൾ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഒരിക്കലും ഇനി പിന്നോട്ടേക്കാവരുത്. ഇത് വയ്യ, അങ്ങനെയല്ല. നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവർ പറഞ്ഞു തരുന്നതും അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുന്നതും. EFT ഒക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. നിങ്ങൾ എത്രത്തോളം കമ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു റെസിസ്റ്റൻസിനെ സറണ്ടർ ചെയ്ത് നിങ്ങൾ അതിലോട്ട് ഇരിക്കുന്നോ അത്ര റിസൾട്ട് നിങ്ങൾക്ക് വരും, അത് ഉറപ്പാണ്. അതാണ് എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ആൾ ഓഫ് യു ഡിസേർവ് വെരി ഗുഡ് അപ്രിസിയേഷൻ. ഈ ഒരു രാവിലെ ഒക്കെ ഇതിനു വേണ്ടി തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ട്രാൻസ്ഫോം, നിങ്ങൾക്കും മാറാൻ പറ്റും. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ
മാം പറഞ്ഞ് ബിഫോർ EFT എന്തായിരുന്നു എന്നുള്ളത്. ബിഫോർ EFT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ചാപ്റ്റർ ആയിട്ട് പറയാൻ പറ്റും. ബിഫോർ EFT, ഡ്യൂറിങ് EFT, ആഫ്റ്റർ EFT എന്താണെന്നുള്ളത്. EFT എന്ന് പറയുമ്പോൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സിന്റെ ഒരു ടൂളാണ് അത്. വേറെ ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട്. എന്നാൽ അതായത് നമ്മുടെ മനസ്സിനും നമ്മുടെ കുട്ടിക്കാലത്തെ ഏറ്റവും മുറിവുകളും അതുവഴി നമുക്ക് ഇപ്പൊ നേരിടുന്ന പ്രശ്നങ്ങൾ അതാണല്ലോ നമ്മൾ തിരുത്താനും മാറ്റാനും വേണ്ടി പോകുന്നത്. സോ ആ ഒരു സംഗതിയെ തിരിച്ച് മാറ്റി നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു ടൂളാണ് ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക് എന്നുള്ളത്. ദർ ആർ മെനി ടൂൾസ് ഓൾസോ, ഐ ഓൾസോ പ്രാക്ടീസസ്. അപ്പം അത് EFT ഒരു വെരി സ്ട്രോങ് ആയിട്ടും ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണത്. എനിക്കത് എന്താ പറയാ, എന്നെ വിശ്വസിപ്പിച്ചത് ഇവരാണ് കേട്ടോ സത്യത്തിൽ. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ EFT എന്തുവാ, എന്താണ് അതിന്റെ കാര്യം, അപ്പൊ ഞാൻ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ വാസ് നോട്ട് ബിലീവിങ്. ഇതൊന്നും നടക്കൂല, ഇതിലൊന്നും പറ്റൂല, എനിക്ക് എന്റെ ലൈഫ് മാറൂല, ഒരു വാശിയിലായിരുന്നു. മാത്രല്ല ബിഫോർ EFT എന്റെ ലൈഫ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് കുട്ടിക്കാലം മുതൽ ഒരു ട്രോമാറ്റിക്കാ. എന്നെ അങ്ങനെ പാമ്പറിങ് കിഡ് അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടേണ്ട പരിഗണന അങ്ങനെയൊന്നും അല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത്. എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും എൻ്റെ ഓൺ പാരൻസ് ആണെങ്കിലും സിബ്ലിങ്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് വേണ്ടാത്ത ഓർമ്മകളാ തന്നിട്ടുള്ളത്, വേദനിപ്പിക്കുന്ന ഓർമ്മകള്. അതല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ നമ്മളോട് ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ന്യായമായിട്ട് ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് കുട്ടിക്കാലം മുതലേ എൻ്റെ ഓർമ്മയിൽ എനിക്ക് വരുന്നുള്ളൂ. ഒന്നാമത് ഇങ്ങനെ എന്താ പറയാ, മറ്റുള്ള കുട്ടികളായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ അവോയ്ഡ് ചെയ്യുക, നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും അവോയ്ഡ് ചെയ്യുക, പിന്നെ നമ്മളെ കൊള്ളത്തില്ല, അതൊന്നും നടക്കത്തില്ല, അതൊന്നും പറ്റത്തില്ല, പഠിക്കലൊന്നും വേണ്ട. ഈവൻ ദോ ഐ വാസ് വെരി ബ്രില്യൻറ്റ് സ്റ്റുഡന്റ് ഇൻ മൈ സ്കൂൾ, എന്നിരുന്നാലും ഒരു രീതിയിൽ എനിക്കൊരു കുട്ടിക്ക് കിട്ടേണ്ട ഒരു പരിഗണനയോ ഒരു റെക്കോഗ്നേഷനോ ഒരു പ്രോത്സാഹനമോ ഒന്നും എൻ്റെ ലൈഫില് ഇപ്പൊ ഞാനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടി. എനിക്ക് ഞാനല്ലാതെ എൻ്റെ ലൈഫിൽ ആരും തന്നിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പാരന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ സിബ്ലിങ്സ് ഉണ്ടായിരിക്കും, അല്ലെ? നിങ്ങൾക്ക് ഇനിയിപ്പോ അതുമില്ല, നിങ്ങൾക്ക് കസിൻസ് ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞാല് നഴ്ചറിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വാക്കുകൊണ്ടുള്ള സപ്പോർട്ട്, അവരെ കെയർ, അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു കുട്ടി നമുക്ക് ജനിച്ചു വരുമ്പോൾ അതൊരു ബ്ലൈൻഡ് ബുക്കാണ്. ആ ബ്ലൈൻഡ് ബുക്കിൽ ഇങ്ങനെ ഓരോന്ന് എഴുതപ്പെടുകയാണ്. എന്ത് പാരന്റ്സ് തരുന്ന ട്രോമ, കമ്പാരിസൺ, ഡിസ്ക്രിമിനേഷൻ, കുറ്റപ്പെടുത്തൽ. ഈ കുട്ടിയുടെ ബുക്കിൽ അത് എഴുതിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഔട്ട്കം എന്ന് പറഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ആ കുട്ടിക്കുള്ള ബിഹേവിയേഴ്സാ. ഒരു ട്രോമ വന്ന കുട്ടി ഒരിക്കലും നാളെ ഒരു വ്യക്തിയോട് പോസിറ്റീവായിട്ട് വിശ്വസിക്കൂല, ഹോപ്പ്ഫുള്ളി ലോകത്തിനെ കാണില്ല. കാരണം ആ കുട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാർ പാരന്റ്സാ. അവര് വേദന തരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത് പിന്നെ ആരാണ് ആ കുട്ടീനെ കെയർ ചെയ്യുക? ലോകത്തിനോട് അതിന് വെറുപ്പ് തോന്നും. ഒരാളോട് ആ കുട്ടിക്ക് നേരാവണ്ണം ഒരു നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിനോട് ദേഷ്യം തോന്നും. കാരണം ഞാൻ അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. അപ്പം നമുക്കിപ്പോ ഇതൊക്കെ എനിക്കിപ്പോ ഇതൊക്കെ അങ്ങനെ മനസ്സിലായി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ എനിക്കിങ്ങനെ എന്റേതായ രീതിയിൽ, എനിക്കൊരു മോളുണ്ട് 6-7 വയസ്സായ, അതിന്റെ അടുത്തൊക്കെ ഞാൻ അങ്ങനെയാണ് ആ കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നത്. കാരണം അവളുടെ ബ്രെയിനിൽ എന്ത് ചെയ്യണം, അവൾക്ക് നേച്ചർ, അവൾക്ക് വളരാനും ഈ സൊസൈറ്റിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള കഴിവും വിശ്വാസവും നമ്മൾ എന്ത് ചെയ്യണം, അവൾക്ക് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ ഓരോ പാരന്റ്സ്, ഇതിലിരിക്കുന്ന ഓരോ പാരന്റ്സ്, ഏത് കുട്ടികളായിട്ട് നിങ്ങൾ സറൗണ്ടിങ്ങിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ ലോകത്തേക്ക് വരുന്ന ഓരോ മനുഷ്യർക്കും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ അവനവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ദൈവം തന്നിട്ടുണ്ട്. അപ്പം അതിലോട്ട് ചില പിള്ളേർ എത്തുന്നത്, ചിലവർക്ക് അതിന് കഴിവില്ല, അല്ലെ? മനുഷ്യന്റെ മനസ്സാണെങ്കിലും നമ്മുടെ ബ്രെയിൻ ഘടനയൊക്കെ എല്ലാവർക്കും ഒരുപോലെ. അത് യൂട്ടിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതായിത്തീരുന്ന കാര്യമാണ് വ്യത്യസ്തം, അല്ലെ? അപ്പം നിങ്ങൾ ഏത് കുട്ടികളായിട്ട് സറൗണ്ടിങ്സ് ആണെങ്കിലും കുട്ടികളുടെ അടുത്ത് വളരെ വളരെ മൈന്യൂട്ട് ജെന്റിലായിട്ട് അവരേനെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം നിങ്ങൾ പെരുമാറിയാൽ മതി. പഠിപ്പിന്റെ കാര്യത്തിൽ ഒന്നും അങ്ങനെ ബോധേടാവണ്ട. കാരണം അവരുടെ പുസ്തകങ്ങളിൽ നിറക്കേണ്ടത് എന്താ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റും. ചില കുട്ടികൾ മെലിഞ്ഞിട്ടായിരിക്കും, ചില കുട്ടികൾ കളർ ഉണ്ടാവില്ല, ചിലർക്ക് ഫേഷ്യലി വലിയ ഭംഗി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതെങ്ങാനും നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് അവളുടെ പുസ്തകത്തില് നിന്നെ കാണാൻ കൊള്ളില്ല, നിന്നെ ഫോട്ടോയിൽ നിൽക്കാൻ കൊള്ളില്ല, ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ കുട്ടിക്ക് പിന്നെ ഒരു സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് ഈ ലോകത്ത് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പം
എന്റെ ഈ വാക്കൊന്ന് നിങ്ങളതൊന്ന് കിട്ടണേ, നിങ്ങളത് നിത്യജീവിതത്തിൽ നിങ്ങളത് പ്രാക്ടിക്കലി ചെയ്യണേ എന്നുള്ള ഒരു ഇതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. ഏത് കുട്ടിയുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യുകയാണെങ്കിലും കുട്ടികൾക്ക് ഒരു 8 വയസ്സ് വരെയാണ് ഈ മെയിനായിട്ട് ഈ സംഗതികളൊക്കെ ബ്രെയിനിൽ ഫീഡ് ആവുന്നത്. 8 വയസ്സ് കഴിഞ്ഞിട്ട് എന്താണോ 8 വയസ്സ് വരെ ഈ കുട്ടി ഫീഡായത് അതിന്റെ ഔട്ട്കം ആണ് പ്രോസസ് ചെയ്തിട്ട് കുട്ടി ബിഹേവിയർ ആയിട്ട് വരുന്നത്. 10 വയസ്സും 15 വയസ്സായിട്ട് കുട്ടിയൊന്നും മിണ്ടുന്നില്ല, കുട്ടി ഞങ്ങളോട് ഒരു പിന്നെ എന്താ പറയാ ഒരു അടുപ്പം കാണിക്കില്ല, ഒറ്റയ്ക്ക് ഇരിക്കാന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ് ടു 8 ഇയേഴ്സ് വരെ നമ്മൾ എങ്ങനെയാണ് ആ കൊച്ചിനെ ട്രീറ്റ് ചെയ്തത്, നമ്മൾ എന്താണ് അവളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യാൻ കൊടുത്തതെന്ന് ചിന്തിച്ചാൽ മതി. ബിക്കോസ് ഇങ്ങനെയും പറയുന്ന ഇത് അനുഭവിച്ചൊരു കുട്ടിയാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്റെ കുട്ടിക്കാലം എനിക്ക് അങ്ങനെയായിരുന്നു. സോ ഐ ഡോണ്ട് ഹാവ് എനി ഗുഡ് മെമ്മറീസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. എനിക്ക് അത് പെയിൻഫുൾ, എനിക്ക് ദേഷ്യമായിരുന്നു. ഈവൻ ദോ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ സ്കൂളിലൊക്കെ, എന്നിരുന്നാലും എനിക്ക് ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ടീച്ചേഴ്സിന്റെ ഭാഗത്തും ഡിസ്ക്രിമിനേഷൻ, ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാറ്റേൺ റിപ്പീറ്റിംഗ് അല്ലെ, സെയിം സംഗതി തന്നെ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സോ എനിക്ക് പാരന്റ്സിന്റെ ഡിസ്ക്രിമിനേഷൻ, ടീച്ചേഴ്സിന്റെ അവിടെ പോയപ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻ, ഫ്രണ്ട്സിന്റെ ഇടയിൽ ഡിസ്ക്രിമിനേഷൻ, പിന്നെ ഫാമിലി ഗാദറിംഗിൽ ഡിസ്ക്രിമിനേഷൻ. വെച്ചാൽ വൺസ് നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വി ലോസ് എബിലിറ്റി ടു മിങ്കിൾ ഇൻ സൊസൈറ്റി. നമുക്ക് പ്രോപ്പറായിട്ട് ആൾക്കാരുടെ ഇടയിൽ മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് നമ്മളെ ഒറ്റപ്പെടുത്തില്ലേ. അതാണ് പാറ്റേൺ. അങ്ങനെയാണ് ഈ പാറ്റേൺസ് സംഭവിക്കുന്നത്. സെയിം സംഗതി നമ്മുടെ ഉള്ളിൽ വെച്ച് ബിഹേവിയർ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ അതിനനുസരിച്ചിട്ടാണ്. കാരണം എല്ലാവർക്കും അറിയാം, ആർക്കെങ്കിലും ഒരു കുറവ് കണ്ടു കഴിഞ്ഞാല് ആൾക്കാർ അതിനങ്ങോട്ട് മുതലെടുക്കുക ചെയ്യും. അല്ലാണ്ട് നിനക്ക് പറ്റൂട്ടോ, നീ വായോ വയർന്ന് ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങോട്ട് കൂട്ടിപ്പിടിക്കലൊന്നും ഇപ്പോഴത്തെ കാലത്ത് കമ്മിയാ. സോ ഈ പാറ്റേൺസ് എന്റെ ലൈഫിലും ത്രൂ ഔട്ട് റിപ്പീറ്റഡ് ആയി. ഈവൻ 10th കഴിഞ്ഞപ്പോഴും മാർക്കൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, +2 ആയപ്പോഴും ഒക്കെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് മെയിൻ തിങ് എന്താ വെച്ചാൽ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം നമുക്ക് ഡെവലപ്പ് ആവും. പാരന്റ്സിന്റെ അടുത്ത് നിന്ന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഇല്ല, വേറെ ആരും നമുക്ക് അങ്ങനെ ഇല്ല, നമ്മളൊരു ഒറ്റപ്പെട്ട. അപ്പൊ എവിടുന്നാണോ സ്നേഹം കിട്ടുന്നത്, എവിടുന്നാണോ അറ്റൻഷൻ കിട്ടുന്നത്, അതിലോട്ട് നമ്മൾ ചായാൻ തുടങ്ങും. അങ്ങനെയാണ് പലരും ഇങ്ങനെ അവിഹിതം അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനത്തെ ഓരോ റിലേഷൻസിൽ പോകുന്നു. കാരണം ഇത് മുതലെടുക്കാനായിട്ട് സമൂഹത്തിൽ കുറച്ച് ടീംസ് ഇരിക്കുന്നുണ്ടല്ലോ, പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോ ഈ ഒരു ട്രോമാറ്റിക് ആയ കിഡിന് അത് മനസ്സിലാവില്ല അതിന്റെ ചതി എന്താന്നുള്ളത്. അവരത് ഫസ്റ്റ് ടൈം അവർക്ക് അങ്ങനെ ഒരു കെയറും ഒരു സ്നേഹവും ഒക്കെ കിട്ടുമ്പോ അവരത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ആ പുള്ളി പറയുന്നത് എല്ലാം കേൾക്കും. എനിക്ക് അങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനത്തെ സറൗണ്ടിങ്സിന്റെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒക്കെ റൂട്ട് വരുന്നത് ഈ ചൈൽഡിനെ എന്ത് ചെയ്താണ്, ഇന്നർ ചൈൽഡ് എന്നോ എന്താ വെച്ചാൽ പറയാം, അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്തോണ്ട്. സോ ഐ വാസ് കിഡ് ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനത്തെ അനുഭവമായിരുന്നു. പിന്നെ സോ എന്റെ ബിഹേവിയർ കംപ്ലീറ്റ്ലി ഇങ്ങനെ ആയിരുന്നു. നീക്ക് എന്നെ അപ്പൊ ആലോചിച്ചാൽ മനസ്സിലാകും, കുട്ടിക്കാലം മുതലേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നീ തടിച്ചിട്ടാണ്, നിനക്ക് മഞ്ഞ കളർ ഡ്രസ്സ് കൊള്ളത്തില്ല. എനിക്ക് ഒരു ഡാർക്ക് കളർ ഡ്രസ്സൊന്നും അവർ മേടിച്ചു തരൂലായിരുന്നു. അപ്പൊ പറയും അത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി കറുത്തിട്ടാവും. സോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി, എന്താണ് ഇത് ഇങ്ങനെ, വെറുപ്പ് വന്നു. എനിക്ക് സറൗണ്ടിങ്സിനോട് വെറുപ്പ് വന്നു. മൊത്തത്തിൽ എനിക്ക് ജീവിതം ചെറിയ കുട്ടിയാവുമ്പോ ഏകദേശം എനിക്ക് ഓർമ്മയുണ്ട്, അംഗനവാടി മുതലേ എനിക്ക് ഇങ്ങനത്തെ ഓരോ സംഗതികൾ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു 18 വയസ്സ് വരെ നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺസ്, എന്റെ ബിഹേവിയർ കംപ്ലീറ്റ്ലി അങ്ങനെ ആയി പോയി. പിന്നെ കുട്ടി പഠിക്കാൻ അടിപൊളിയാണ്, പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എന്നാലും ആ വലിയൊരു സർക്കിൾ മെയിൻ്റെനൻസ്, ഫാമിലി ഗാദറിങ്ങിലൊന്നും എനിക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റൂലായിരുന്നു. ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എന്താകും അവര് പറയാ, എന്നെ കാണാൻ രസമില്ല, ആ ഡ്രസ്സ് കൊള്ളത്തില്ല. കാരണം എന്റെ വീട്ടില് എന്റെ പാരന്റ്സ്, നമ്മളെ ചേർത്ത് പിടിക്കേണ്ടതും വാക്കാലം നമുക്ക് ധൈര്യം തരേണ്ട ആൾക്കാര് ഡെഫിനറ്റ്ലി നമ്മുടെ പാരന്റ്സും സിബ്ലിങ്സും ആ, കുഴപ്പമില്ല അത് കിട്ടുക അങ്ങനെ. ബട്ട് ഐ വാസ് ഗെറ്റിംഗ് എവറിഥിങ് നെഗറ്റീവ്ലി. സോ എന്റെ കോൺഫിഡൻസ് മൊത്തം അങ്ങ് പോയിരുന്നു. അങ്ങനെ സ്വമേധയെ വെറുക്കപ്പെട്ട് ജീവിച്ച ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു എനിക്ക് ഒരുപാട് കാലം. ഇപ്പൊ ഞാൻ ആലോചിക്കുവാണ്, എന്നിരുന്നാലും ഈ ഒരു സമയത്ത് എനിക്ക് അതൊക്കെ തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയല്ലോ. അതല്ല എന്നുണ്ടെങ്കിൽ എന്റെ ലൈഫ് എന്താ, എത്രത്തോളം നമ്മൾ ഇങ്ങനെ സ്വയം വെറുത്തും സ്വയം കുറ്റപ്പെടുത്തിയും പോകും. അതിന്റെ എൻഡ് സൂയിസൈഡാ. കാരണം നമുക്ക് നമ്മളോടൊരു മതിപ്പും സ്നേഹവും
ഒരു ബഹുമാനമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അധികം ജീവിക്കാനൊന്നും കഴിയില്ല. നമ്മൾ ജീവിതം നിർത്തി മതി എന്നുള്ള രീതിയാവും. അങ്ങനെ ഒരു ബിഫോർ EFT എന്റെ ലൈഫ് വളരെ ട്രാജിക് ആയിരുന്നു. ഞാൻ എന്നാലും എനിക്കറിയായിരുന്നു എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഞാൻ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ സൈഡിൽ കൂടെ എടുത്തൊക്കെ ചെയ്തിരുന്നു. പിന്നെ എന്റെ മാരേജ് കഴിഞ്ഞു. അതൊരു ഫെയിൽഡ് മാരേജ് ആയിരുന്നു. അതിനകത്ത് എന്റെ ഒരു മിസ്റ്റേക്ക് എന്നുള്ള രീതിയിലൊന്നും മുഴുവൻ പറയാനൊന്നുമില്ല. അത് പുള്ളിയുടെ ഭാഗത്തും വളരെയധികം ഒരു സൈക്കോപാത്ത് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ നമ്മള് ഒരു മാരേജ് എന്ന് പറഞ്ഞപ്പോ ഓക്കെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിശ്വസിച്ചു. ആ സമയത്ത് ഞാനത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തില്ല. ആ പുള്ളിയായിട്ട് എത്രത്തോളം എനിക്കൊരു ഒരു എന്താ റാപ്പോ അല്ലെങ്കിൽ ഒരു ഹാർമോണി എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ആഫ്റ്റർ മാരേജിലും സർട്ടൻ ഇഷ്യൂസ് വരുമ്പോഴും എനിക്ക് അധികം പേഷ്യൻസ് ഇല്ലായിരുന്നു അത് എത്രത്തോളം സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം എന്റെ ബിഹേവിയർ ഇങ്ങനെയാണല്ലോ. ഓൾറെഡി 22 കല്യാണം കഴിഞ്ഞു. 22 വർഷമായിട്ട് എന്റെ ബിഹേവിയർ ഇങ്ങനെയാ. അപ്പം ആൾക്കും അതിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ അതിൽ ഒരുപാട് അത് വർക്കൗട്ട് ആക്കാൻ നോക്കിയിരുന്നു. കാരണം ഞാൻ ഒറ്റക്കല്ലല്ലോ ആ തീരുമാനം എടുക്കുക. നമ്മൾ കുറെ കൗൺസിലിങ്ങിന് പോകും, മാരിറ്റൽ കൗൺസിലിങ് അങ്ങനെ കുറെ സംഗതികളൊക്കെ ചെയ്യുമല്ലോ. ബട്ട് അത് ഒബ്വിയസ്ലി അവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് അന്നത് വേണ്ടെന്ന് വെച്ചുള്ള രീതിയിലായത്. അപ്പോഴും ബിഹേവിയറൽ പാറ്റേൺ അത് തന്നെയാണ്. സോ എനിക്ക് ഫെയിൽഡ് മാരേജ് കിട്ടി. പിന്നെ വർക്കിന്റെ വിഷയം, വർക്കിലും പഠനത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പക്ഷെ എന്റെ ബിഹേവിയർ സൈഡ് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാലോ വർക്ക് അറ്റ്മോസ്ഫിയറിൽ, എസ്പെഷ്യലി നമ്മൾ പ്രൈവറ്റ് കോർപ്പറേറ്റ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആവുമ്പോൾ ഈ ബിഹേവിയറൽ സംഗതികളാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ ദേ വിൽ അസസ് യുവർ എന്താ പറയാ റാപ്പോ ബിൽഡിംഗ് കപ്പാസിറ്റി, മിംഗ്ലിംഗ് കപ്പാസിറ്റി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ അസസ് ചെയ്യും. അപ്പൊ അങ്ങനെ എനിക്ക് കുറച്ച് ബാഡ് അനുഭവങ്ങൾ കിട്ടി. എന്താ പറയാ ഒരു കമ്പനി പോയപ്പോ ബെസ്റ്റ് പെർഫോമർ ആയി, പിന്നത്തെ കമ്പനി പോയപ്പോ എനിക്ക് ടെർമിനേഷൻ കിട്ടി. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, നമുക്ക് ആ ഒരു എന്താ പറയാ ഈ ഒരു പാറ്റേൺ, ബിഹേവിയറൽ പാറ്റേൺ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവരൊക്കെ എന്നെ എന്താ പറയാ ടെർമിനേറ്റ് ചെയ്ത ടീമൊക്കെ എന്നെ അവിടെ നിർത്തുമായിരുന്നു. കാരണം കുറച്ച് ടൈം ഇവൾക്ക് കൊടുത്തു നോക്കാന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെ അവരോട് സംസാരിച്ചു. നിങ്ങൾ അപ്പൊ എന്നെ എന്തിനാ എടുത്ത്, കാരണം എന്റെ ഉള്ളിൽ എന്താ വെച്ചാ ഈ ജോലി പോയ പിന്നെ ഞാൻ ഇങ്ങനെ ജീവിക്കുക, എന്താ ചെയ്യാ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാ. സോ അങ്ങനെ ജോലി പോയ സമയത്താണ് EFT കണ്ടത് ഞാൻ. ഷാഫി സർ, മാം ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബ്രേക്ക് ആണോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഞാൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് മാം ഞാൻ മ്യൂട്ടാണ്. അപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ് മാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ലെങ്ത് കൂടുതലാണോ? ബിഫോർ ഇറ്റ്സ് ഓക്കെ. ബിഫോർ EFT എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു ഫ്ലോ ബ്രേക്ക് ചെയ്യേണ്ട വെച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇപ്പോ നിങ്ങൾക്ക് എത്ര EFT പേരാ ആ കറന്റ് ഇതിൽ സെഷനിലൊക്കെ ജോയിൻ ചെയ്ത്? മാം എത്ര പേരാ ഇതിൽ ജോയിൻ ചെയ്ത്? എത്ര ഇന്ന് പേരാ? ഇവിടെ 21. Fine. All of them are practicing EFT or they are coming for meditation? No, just for meditation. And EFT ചെയ്തവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. പബ്ലിക് ടൈം. സോ ഇതിൽ EFT എങ്ങനെയാണ്? ഇവരെന്തെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ മിങ്കിൾ ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിടത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പൊ ഇത്ര വലിയ കാര്യമാണോ, ഈ കുട്ടി ഒരുപാട് എക്സാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾ ടൈം പോകുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്നോട് പറയൂ കേട്ടോ. ബിക്കോസ് ആൾറെഡി ഞാനൊരു ഓവർ തിങ്കർ ആണ്. അത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമല്ലോ ഇപ്പൊ ഇത്രയായിട്ട്. എന്താ പറയാ, ഒരു മാനസിക രോഗിയാണെന്നൊക്കെ പറയില്ലേ, അതൊക്കെ എനിക്ക് ഉള്ളതാ, സത്യമാ അതൊക്കെ. അങ്ങനെ. അവർക്കുള്ള ടൈം ഞാൻ സെപ്പറേറ്റ് കൊടുക്കും. മാമിന്റെ എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റൻ ആൻസർ സെഷൻ ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പം ഇപ്പൊ ടൈം ഇപ്പൊ ഓൾറെഡി 6:50 കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാൻ വാട്ട് ഹാപ്പൻ വെൻ ഐ ജോയിൻ ഇൻ EFT പറയാം കേട്ടോ. ഓക്കെ. എങ്ങനെയാണ് കണ്ടതും ആ ഒരു ഹീലിംഗ് ജേർണി എങ്ങനെയായിരുന്നു? പിന്നെ മാമിന് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആ ഫസ്റ്റ് സെഷൻ കണ്ടിരുന്നു. മാമിന് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു, ഇത് വർക്ക് ആവോ എന്നുള്ളൊരു. യെസ്, കാരണം ഓൾറെഡി ഞാനൊരു പഠിപ്പിസ്റ്റാണ്. ഓൾറെഡി എന്റെ പ്ലസ് ടു സ്കൂളിൽ ഞാൻ ടോപ്പറാണ്, SSLC ടോപ്പറാണ്, കോളേജിൽ ടോപ്പറാണ്. സോ ഞാൻ ഭയങ്കര ഒരു പഠിപ്പിസ്റ്റുള്ള ആളാണ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് എല്ലാം ലേൺ ചെയ്തു. 2013 മുതൽ എനിക്ക് മനസ്സിലായി എന്റെ മൈൻഡ് എന്റെ കയ്യിൽ നിന്ന് പോവുകയാണ്.
എന്താണ് അതിലെന്തൊക്കെയോ കാരണമുണ്ട്. ഞാൻ അല്ലാത്ത എന്തൊക്കെയോ കാരണം എനിക്ക് ഒരുപാട് സ്വഭാവങ്ങൾ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എനിക്ക് എന്നെ തിരിച്ചു പിടിക്കണം. ഇവരൊക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്നെ പിന്നെ കണ്ടെത്താൻ പറ്റണം എന്നുള്ള ഒരു ചിന്ത ഒക്കെ എനിക്ക് 2013 മുതൽ എനിക്ക് തുടങ്ങി. അന്ന് മുതൽ ഞാൻ ഷാഫി സാറിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നതും ഈ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത് 2023 4 അല്ലേ മാം? 24 ഈ 11 വർഷം ഞാൻ ഈ മെന്റൽ മൈൻഡ് പ്രോഗ്രാംസ് ഒരുപാട് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിലും അതുപോലെ ഫേസ്ബുക്ക്, അന്നൊക്കെ ഫേസ്ബുക്ക് ഇൻസ്റ്റ അല്ലല്ലോ, ഒരുപാട് ക്ലാസ്സസ്. ആൻഡ് ഐ ഹാവ് അറ്റൻഡ് 10+ മെന്റേഴ്സ് വർക്ക്ഷോപ്പ്, ഓൺലൈൻ ആയിട്ടുള്ള വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് എനിക്ക് തിരിഞ്ഞ് മൈൻഡിന് ഒരു പവർ ഉണ്ട്. ഇവരൊക്കെ അതാണ് പറയുന്നത്. ഫസ്റ്റ് ഞാൻ അപ്രോച്ച് ചെയ്ത ഡോക്ടർ PB വിജയൻ സാറാ, ഷാഫി സാറിന്റെ ഒക്കെ ഗുരുവാ. 2013 പുള്ളിയുടെ വീഡിയോസ് ഒരുപാട് ഞാൻ കാണും. പക്ഷെ ക്ലാസ്സിനൊന്നും എനിക്ക് PB സാറിന്റെ ക്ലാസ്സിന് പോകാൻ പറ്റില്ല, കാരണം പൈസ ഉണ്ടായിരുന്നില്ല. സാറിന്റെ ഒക്കെ ഒത്തിരി കോസ്റ്റ്ലിയാ. അന്നേരം ഞാൻ +2 പഠിക്കണ ചെറിയ കുട്ടിയല്ലേ. പക്ഷെ എനിക്ക് മനസ്സിലായി, എന്തോ ഭാഗ്യത്തിന് എന്നെ യൂണിവേഴ്സ് എനിക്ക് തിരിച്ചറിവ് തന്നിട്ടുണ്ടായിരുന്നു. അവയർനെസ് ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇപ്പൊ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഓരോ മെമ്മറീസ് കൊണ്ടാണ്. ഇതൊക്കെ മാറ്റിയിട്ട് ലോകം അക്സെപ്റ്റ് ചെയ്യുന്നതും ലോകത്തിലുള്ള ആളുകൾ അംഗീകരിക്കുന്നതും ആയിട്ടുള്ള ഒരു ആളായിട്ട് നിനക്ക് മാറാൻ പറ്റും. ബാക്കി ഒരുപാട് പൊട്ടൻഷ്യലും നിനക്കുണ്ട്. നിനക്ക് കുറവുള്ളത് നിന്റെ ഈ ട്രോമ കാരണം ഡെവലപ്പ് ആയിട്ടുള്ള ആ ഒരു ബിഹേവിയറൽ സംഗതികളും, പിന്നെ കുറെ ആൻസൈറ്റി, ഓവർ തിങ്കിങ്, സ്ട്രെസ്, ഉറക്കമില്ലായ്മ, കരച്ചില്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ആൻഡ് ഇതൊക്കെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് കേട്ടോ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ദേഷ്യവും കുറ്റപ്പെടുത്തുകയല്ല. കരച്ചിലാണെങ്കിലും വിഷമാണെങ്കിലും ഒക്കെ നെഗറ്റീവാണ്. ആ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രക്റ്റീവ് എനർജിയാണ്. അതായത് നമ്മളതിനെ താഴേക്ക് വലിക്കുന്ന എനർജിയാണ്. പോസിറ്റീവ് വന്നാൽ കൺസ്ട്രക്റ്റീവാണ്. നമ്മുടെ മുകളിലോട്ട് നമുക്ക് ഉയരാൻ പറ്റും. നമ്മുടെ മൈൻഡിന് പുതിയ ഐഡിയകളും പുതിയ പിന്നെ ബിൽഡിംഗ് കപ്പാസിറ്റികളൊക്കെ വരുന്നത് കൺസ്ട്രക്റ്റീവ് എനർജി മോഡിൽ നിൽക്കുമ്പോഴാണ്. സോ ഐ വാസ് പുട്ടിങ് ഓൺ ഡിസ്ട്രക്റ്റീവ് മോഡ് എവറി ടൈം. പക്ഷെ എന്നാലും നമ്മൾ പഠനവും കാര്യങ്ങളിലൊന്നും ബാക്കിലായിരുന്നില്ല. വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വേറെ എല്ലാത്തിലും ഡിസ്ട്രക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഐസൊലേറ്റഡ് ആയിരുന്നു. പിന്നെ അതുപോലെ ഇഷ്ടമില്ലായിരുന്നു, വെറുപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളാണ്. അങ്ങനെ ആ 11 വർഷം ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടു, ഒരുപാട് പുസ്തകങ്ങൾ, നല്ല വായിക്കുന്ന ഒരാൾ, വായിക്കും എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ. അതൊക്കെ ഞാൻ വായിച്ച് എഴുതുകയൊക്കെ ചെയ്ത് ഓരോ കോച്ചസിനെ ഞാൻ അപ്രോച്ച് ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട്, നിമ്മി എന്ന് പറഞ്ഞിട്ട് ഒരു കോച്ച് ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ അറിയാറില്ല, നിമ്മി മാം. പുള്ളിക്കാരത്തിയുടെ ഒരു വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാക്ട് എന്താ വെച്ചാല്, ഗ്രൂപ്പ് വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ അവര് കോമൺ ആയിട്ട് ഹീലേഴ്സും ഇപ്പൊ ഷാഫി സാർ അവര് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനത്തിന് അങ്ങ് അത് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻഡിവിജ്വലി നിങ്ങളതിനെ ഒരു ഹീലർ, ഒരു തെറാപ്പിസ്റ്റ് പരിശോധിക്കണം. എങ്ങനെയാണ് നിങ്ങളുടെ നെർവസ് സിസ്റ്റം കിടക്കുന്നത്, അതിന് എന്തൊക്കെ മെഡിസിൻസാ കൊടുക്കേണ്ടതെന്നുള്ളത് ഇൻഡിവിജ്വലി നിങ്ങൾ 1-to-1 ഒന്ന് നോക്കിയാൽ മാത്രം അത് കിട്ടും. കാരണം ഒരുപാട് ഗ്രൂപ്പ് വർക്ക്ഷോപ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു. നിമ്മയുടേത് ജനറൽ അറ്റൻഡ് ചെയ്തു. അത് കുറച്ച് കിട്ടി. പക്ഷെ അതൊക്കെ അറ്റൻഡ് ചെയ്തപ്പോ അവയർനെസ് കൂടി, തിരിച്ചറിവ് കൂടി. ശരിയാണ്, ഇവർ പറയുന്നത് ശരിയാണ്, എനിക്കും മാറാം. പക്ഷെ എനിക്കൊരു ഇൻഡിവിജ്വൽ 1-to-1 ഒരു തെറാപ്പിസ്റ്റിന് വേണം, എന്നിട്ട് വേണം എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ നിമ്മിയുടേത് അറ്റൻഡ് ചെയ്തു, മൊയ്നു സാറിന്റെ അറ്റൻഡ് ചെയ്തു, പിന്നെ ആരെ ബാലകൃഷ്ണനും, അങ്ങനെ ഒരുപാട് പേരുടെ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തു. ലാസ്റ്റ് ഒരു പണി പോയ സമയത്ത് ടെർമിനേറ്റ് ആയപ്പോഴാണ് ഷാഫി സാറിന്റെ വന്നത്. ഷാഫി സാറിന്റെ വന്നപ്പോ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, അത് നടക്കുമോ. സാറ് പറയുന്നു, ഓ നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ ആവാം, നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും കൊണ്ടുവരാം. ഞാനാണ് എവിടുന്ന് കൊണ്ടുവരാം, ഇവരെന്തായി പറയുന്നത്? ഇങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇതൊക്കെ പറയുന്നത്? സാറ് പറഞ്ഞു, ക്ലാസ്സിലോട്ട് വരൂ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് അപ്പൊ സാർ ഫസ്റ്റ് എന്നെ ഒന്ന് അനലൈസ് ചെയ്യും. സാറിന് മനസ്സിലായി എന്റെ പ്രശ്നം കിടക്കണ ഫുൾ എനർജി ബേസിലാണ്. എനർജി ബേസ് ക്ലിയർ ചെയ്ത് നമുക്ക് പൊട്ടൻഷ്യൽ പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രക്റ്റീവ് മോഡിലായാൽ പുതിയ ഐഡിയാസ് ബിൽഡ് ചെയ്യാം, പിന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കാം. അങ്ങനെ ആകുമ്പോൾ സാറ് ഉദ്ദേശിച്ച കാര്യങ്ങൾ, മണി മാനിഫെസ്റ്റേഷനോ അതല്ലെങ്കിൽ ഗോൾ മാനിഫെസ്റ്റേഷൻ, എന്തും എന്നിൽ നടക്കും എന്നുള്ളത് സാറിന് മനസ്സിലായി. സാറ് തറപ്പിച്ച് പറഞ്ഞു, നീ വായോ, എന്നിട്ട് നിനക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നിനക്ക് ചോദിക്കാം, എത്ര ക്രിട്ടിസൈസ് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആ ബാച്ചിലുള്ള ഏറ്റവും വൾഗർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. കാരണം
എന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അതെങ്ങനെ അങ്ങനെയാവുന്നു സർ, ഇതെങ്ങനെ ഇങ്ങനെയാവുന്നു, അത് ഇതെന്ന് പറഞ്ഞ് സാർ ഒരു വിധം ക്ഷമിച്ചിട്ടാണ് സാർ എന്നെ ക്ലാസ്സിൽ 10 ദിവസം ഇരുന്നത്. പക്ഷെ ആദ്യത്തെ 2 ദിവസമായിരുന്നു എന്റെ ആ വൾഗാരിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഡൗട്ട്, അത് അക്സെപ്റ്റ് ചെയ്യൂല, അല്ലെങ്കിൽ കാരണം ഗ്രൂപ്പ് വർക്ക്ഷോപ്പിൽ എനിക്ക് വലിയ വലിയ എഫക്റ്റ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇതും അതുപോലെ ഒന്നും ആവോ എന്നുള്ള രീതി, അടച്ച പൈസ വെറുതെ ആവോ. കാരണം ഈ അവസ്ഥയിലൊന്നും നമുക്ക് ജോലി പോയ സമയത്താണ് EFT കയറുന്നത്. അപ്പൊ നമുക്ക് പൈസയൊക്കെ എന്തൊക്കെയോ സ്വർണ്ണമൊക്കെ വെച്ചിട്ട് എടുക്കുക. അപ്പൊ മനസ്സിൽ ഇത് പോയോ, ഈ പൈസ പോയോ എന്നൊക്കെ ഏതൊരു കോമൺ ആയിട്ട് ഒരാളും ചിന്തിക്കണ പോലെ. കാരണം നമുക്ക് ആരും ഒന്നും കൊണ്ടുതരാൻ അല്ലെങ്കിൽ നമുക്ക് വേറെ റവന്യൂ ഒന്നും ഇല്ല. സോ ഒബ്വിയസ്ലി എന്റെ ബ്രെയിനൊക്കെ ചിന്തിക്കുക എങ്ങനെയാ ഉള്ളതും പോയി എന്നുള്ള. പക്ഷെ 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം മുതൽ ഷിഫ്റ്റ് തുടങ്ങി. സാറിന്റെ EFT അടിപൊളിയായിട്ട് ഷിഫ്റ്റ് തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഞാൻ ഒബീഡിയന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയി. ഇവര് ഫെബിന മാം ആയിരുന്നു എന്റെ മെന്റർ, അല്ലേ മാം? ഫെബിന മാം, ഹാജറ മാം, ഷാഫി സാർ, ഇവര് മൂന്ന് പേരുമാണ് എനിക്കൊരു എന്നെ ഒന്ന് പഴയ ആ 10-23 വർഷത്തെ എന്തോ അവസ്ഥയിൽ കിടക്കുന്ന എന്നെ ഒന്ന് നേരെയാക്കി ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ച. ബിക്കോസ് ഓൾറെഡി ഞാൻ ഡിവോഴ്സ്ഡ് ആയപ്പോ പിന്നെ പിന്നെ നമുക്ക് ജീവിക്കണമല്ലോ, ഒരു മോളും ആയില്ലേ. എനിക്ക് മുന്നോട്ടേക്ക് ജീവിക്കാനും അതുപോലെ എങ്ങനെയാണ് ഈ എനർജി കാര്യങ്ങൾ മാറ്റേണ്ടത്, പെർസെപ്ഷൻ, വേൾഡിനോടുള്ള പെർസെപ്ഷൻ എങ്ങനെയാ മാറ്റേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു തന്നത് ഇവരാണ്. ഹാജിറ മാം, ഷാഫി സാറ്, ഫെബിന മാം. ബിക്കോസ് 100% ഞാൻ ഇവർക്ക് സറണ്ടർ ചെയ്ത് കൊടുത്തു. എനിക്ക് എന്റെ തലയിൽ വന്നിട്ടുള്ള 100,000 ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചു. ഞാൻ ഇവരെ അങ്ങ് വിശ്വസിച്ചു, എസ്പെഷ്യലി ഹാജിറ മാമും ഷാഫി സാറിനെയും ഫെബിന മാമിനെയും അതിലങ്ങ് വിശ്വസിച്ചു. ഇനി എന്റെ ചിന്തകൾ കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇവരിതാ പുതിയ എന്തൊക്കെയോ പറയുന്നു, സാർ ഇതാ പറയുന്നു ഫോർഗിവ്നെസ് കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ മാറ്റം വരും, പിന്നെ അതേമാതിരി വിഷ്വലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സംഭവിക്കും. ഇവരൊക്കെ എന്താ പറയുന്നു. ഓക്കെ, എന്നത് നോക്കാന്ന് വിചാരിച്ച് ആ ഒരു 1 മന്ത്, എന്തായാലും ജോലിയും പോയ അവസ്ഥയാ, വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുക. 1 മന്ത് മെന്റർഷിപ്പ് ഒക്കെ അങ്ങോട്ട് അങ്ങോട്ട് 100% ഞാൻ മുതലാക്കി, സത്യം പറയുകയാണെങ്കിൽ. ഫെബിന മാമയൊക്കെ എനിക്ക് തന്നിട്ടുള്ള കൗണ്ട്ലെസ് സെഷൻസ് ആയിരുന്നു. അതുപോലെ ഹാജിറ മാം, അവരൊക്കെ എന്നെ പിന്നെ ജോലിയും കൂടെ പോകുമ്പോൾ എന്റെ വീട്ടിൽ നിന്നൊക്കെ എനിക്ക് കിട്ടുന്ന പ്രഷർ കൂടുതലായിരുന്നു. സോ എനിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല, എന്താ ചെയ്യാന്നുള്ളൊരു ഐഡിയ ഇല്ല. ആ സമയത്തൊക്കെ അവരെന്നെ പിടിച്ചു നിർത്തിയത്, എന്താ പറയാ, ഇവരുടെ ഒരു സെഷൻ കൊണ്ട് ഞാൻ കൂടുതൽ 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 എന്നെ സറണ്ടർ ചെയ്ത് എനിക്ക് വന്നിട്ടുള്ള വിഷമങ്ങളും കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പിന്നീട് റീട്രോമറ്റൈസ് ചെയ്യും. നമ്മൾ EFT ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാലോ, നമ്മള് ഇവിടെ മുതൽ അത് റീട്രോമറ്റൈസ് ആണ്. നമ്മൾ എന്താണ് അതിൽ അനുഭവിച്ചത് ആ കാര്യങ്ങൾ നമ്മൾ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യും. ആ വിഷമാണെങ്കിൽ അത് വേദന. അപ്പൊ ഞാനൊക്കെ ശ്വാസം കിട്ടാത്ത രീതിയിൽ കരയുമായിരുന്നു ഹാജിറ മാമിന്റെ ഒക്കെ സെഷനിൽ. കരഞ്ഞ് നമുക്ക് വെള്ളം കുടിച്ചിട്ട് എന്നിട്ടൊക്കെയാണ് പിന്നെ അവര് 3-ാമത്തെ സ്റ്റെപ്പൊക്കെ തുടങ്ങുന്നത്. കാരണം അത്രയും അത്രയും വേദനകൾ ഉള്ളിൽ കിടക്കുക, ഇതങ്ങോട്ട് പുറത്തേക്ക് കളയാൻ കഴിയണില്ലല്ലോ. പിന്നെ ഒരു സാധനം കാണുമ്പോ, അപ്പൊ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം മഞ്ഞ എന്ന് പറഞ്ഞാല് ഉള്ളിൽ ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും അനുഭവങ്ങളും അത് വെച്ച് പുതിയൊരു സാധനത്തിലോട്ട് അപ്രോച്ച് ചെയ്യാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും അത് ആലോചിക്കില്ല. ഇല്ല ഇല്ല, ഇനി എനിക്കത് ലോസ് ആയിരിക്കും, നഷ്ടമായിരിക്കും, എന്നെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല, എനിക്ക് അതിൽ പറ്റില്ല, അതൊന്നും എനിക്ക് പറഞ്ഞല്ല. അതൊക്കെ നല്ല പാരന്റ്സിന്റെ മക്കൾക്ക് പറഞ്ഞതാണ്, നല്ല കുട്ടിക്കാലം കിട്ടിയവർക്ക് പറഞ്ഞതാ, എനിക്ക് പറഞ്ഞാലേ എന്റേത് ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് എന്നെ അങ്ങ് ഒരു വളരുന്ന ഒരു ചെടിയുടെ മേലെ ഒരു കരിങ്കല്ല് കയറ്റി വെച്ച പോലെ അങ്ങനെയായിരുന്നു ഞാൻ എന്നെ വെച്ചത്. ആ കല്ലെടുത്ത് മാറ്റി എനിക്ക് വളരാൻ പറ്റും. എനിക്ക് വളരണമെങ്കിൽ ഇന്ന വളങ്ങളാണ്, ജൈവവളം വേണം, അല്ലെങ്കിൽ ചില മിനറൽസ് വേണം, വൈറ്റമിൻസ് വേണം, വെള്ളം ഒഴിക്കണം എന്നൊക്കെ എന്നെ പതുക്കെ പതുക്കെ പറഞ്ഞ് ഈ 1 മാസം അവരായിരുന്നു അതിന് വെള്ളം ഒഴിച്ച്, ഷാഫി സാറും ഹാജിർ മാമും ഫെബിന മാമും. അതിനുശേഷം എന്നെ അവർ പ്രാപ്തരാക്കി ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കൊടുക്കണം ആ ചെടിക്ക് എന്നുള്ളത്. അത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇപ്പോ അൽഹംദുലില്ലാ എന്റെ പ്രശ്നങ്ങളും എന്റെ വിഷയങ്ങളൊന്നും സോൾവ് ചെയ്യാൻ എനിക്ക് ഒരാളെ നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മാറി ഞാനൊരു ഓഫീസ് ഇട്ടു, സ്റ്റഡി അബ്രോഡിന്റെ. എന്റെ കൊളീഗ്സുമായിട്ട് കൂടി ഞങ്ങൾ 4 പേരും കൂടെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ എന്റെ ഓഫീസിന്റെ അടുത്തൊരു അപ്പാർട്ട്മെന്റ് ഞാൻ റെന്റിന് ഒരു അപ്പാർട്ട്മെന്റ് എടുത്തു. കാരണം
വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്റെ അവസ്ഥയിൽ. എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്നെ ഒന്ന് തിരിച്ചു പിടിക്കാനും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ഒരു സ്പേസ് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടൊക്കെ വന്നു. എന്റെ മോളേനെ ഞാൻ ഇവിടെ സ്കൂളിലും മദ്രസയിലും ബാക്കിയുള്ള സംഗതികളൊക്കെ ചേർത്ത്. ഇപ്പോഴും ഒരു കരുത്ത് പൈസയൊന്നും അല്ല കേട്ടോ. എന്റെ സ്ട്രോങ് എന്താ വെച്ചാല് ഞാൻ എന്റെ ട്രോമാസ് കളഞ്ഞുകൊണ്ടിരിക്കുക. ആ ക്ഷതമേറ്റ ആ കുട്ടീനെ ഞാനിങ്ങനെ മാറ്റി മാറ്റി സമാധാനിപ്പിച്ച് നിനക്ക് ചെയ്യാൻ പറ്റും. ലോകത്തില് ഇതിനകത്ത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ലോകത്തിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ചെയ്യാം. മാനുഷികമായിട്ടുള്ള കഴിവിൽ ഒരു വ്യക്തി എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കഴിയില്ല എന്ന് തോന്നാൻ കാരണം നിങ്ങളുടെ ട്രോമയും ലിമിറ്റിംഗ് ബിലീഫ്സും ആണ്. കാരണം വൺസ് ട്രോമ ക്ലിയർ ചെയ്ത് ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ മൈൻഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴൊക്കെ നമുക്കത് കുറച്ച് സെൻസിബിൾ ആയിട്ട് തോന്നും. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ പ്രാക്ടീസസ് എടുത്ത് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ. സോ എവറിഥിങ് പിന്നെ നമ്മുടെ ഈ ജീവൻ അതുപോലെ നമ്മുടെ ഈ ദേഹവും എല്ലാം വർക്ക് ചെയ്യുന്ന മനസ്സിന്റെ ശക്തി കൊണ്ട് മാത്രം. മനസ്സിന് ശക്തിയില്ല, നെഗറ്റിവിറ്റി കൂടി ഡിസ്ട്രക്റ്റീവ് മോഡിലാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാൻ തുടങ്ങും. അത് പറഞ്ഞപ്പോഴാ അലർജിയുടെ 10-17 കൊല്ലം അലർജിയുടെ പ്രശ്നമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. സെൽഫിനെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മുടെ അലർജി വരിക എന്നുള്ളൊരു സംഗതി വന്നേ. സെൽഫ് ലവ്, സെൽഫ് അക്സെപ്റ്റൻസ് ഇതൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ഏകദേശം വീട്ടിലായിരുന്ന സമയത്ത് ഡെയിലി അതിന്റെ ടാബ്ലറ്റ് എടുക്കേണ്ട അവസ്ഥയായിരുന്നു. അലർജിയുടെ ടാബ്ലറ്റ് അറിയാലോ, നല്ല ഡോസുള്ള. നമുക്ക് അത് കുടിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കും, ഉറങ്ങും, പിന്നെ നമുക്ക് എണീക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഭാഗ്യത്തിന് ഒരു EFTയും അതുപോലെ ഈ ട്രോമ ഹീലിംഗ് ജേർണി തുടങ്ങിയിട്ട് 2023-24 ഇപ്പൊ ആ ഗുളികയും വരുന്നൊന്നും ആവശ്യമില്ല, അതൊക്കെ പോയി. ഇപ്പൊ ഒരു ഡിസീസസും അങ്ങനെ, അതായത് ഈ തലവേദന, പിന്നെ അതുപോലെ നീർക്കെട്ട്, ഈ അലർജി, പിന്നെ ഷോൾഡർ പെയിന്, മുട്ടുവേദന, കാലുവേദന, ഇങ്ങനത്തെ ഈ വേദനകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ ഇങ്ങനത്തെ നല്ല എവറി ഡിസീസും സൈക്കോസൊമാറ്റിക് മനസ്സിന്റെ ശക്തിയുടെ അല്ലെങ്കിൽ മനസ്സിന്റെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ഓരോ രോഗം വരുന്നത്, അത് വേറെ കാര്യം. എക്സെപ്റ്റ് സെവറൽ ഇൻഫെക്ഷൻസ്. ഓക്കെ, നമുക്കിപ്പോ ക്ലൈമറ്റിക് ആയിട്ടുണ്ടാവുന്ന മഴ അല്ല, പിന്നെ പനി, അങ്ങനത്തെ സാധനങ്ങളും അല്ല. ബട്ട് സെവറൽ അതർ ഡിസീസ്, ഈവൻ ക്യാൻസർ ആണെങ്കിൽ അവിടെ ഗ്രഡ്ജ് കൂടുന്ന പറഞ്ഞു. ഗ്രഡ്ജ് കൂടിയ വ്യക്തികൾക്കാണ് ക്യാൻസർ സെൽസിനെ ആക്ടിവേറ്റ് ആക്കുന്ന ഹോർമോൺസ് എന്ത് ചെയ്യുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് എല്ലാവരോടും ദേഷ്യമാണ്, കലാകാലമായ ദേഷ്യം ഇങ്ങനെ ഉള്ളിൽ വെച്ച് നമ്മുടെ ഉള്ളിലൊക്കെ ക്യാൻസർ സെൽസ് ഉണ്ട് എന്നാ പറയുന്നത്. അതിനങ്ങോട്ട് ആക്ടിവേറ്റ് ആകുമ്പോഴാണ്, ഡോമിനേറ്റ് ആകുമ്പോഴാണ് ആ രോഗമായി വരുന്നത്, ക്യാൻസർ ആയി വരുന്നത്. അങ്ങനെയൊക്കെ സ്റ്റഡീസ് പറയുന്നുണ്ട്. സോ എന്റെ കേസിലും എനിക്ക് സൈക്കോസൊമാറ്റിക് എന്നുള്ള രീതിയിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ENT ഡോക്ടർ പറഞ്ഞു, MRI സ്കാന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് പ്രായത്തിനും താങ്ങാനാവാത്ത ടെൻഷനാണ് ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അന്ന് ആ ഡിവോഴ്സ് ടൈമിലൂടെ കടന്നു പോകുമ്പോഴാണ്. ബിക്കോസ് ഡിവോഴ്സ് ടൈമിൽ എനിക്ക് 4 വർഷത്തോളം എന്റെ പാരന്റ്സ് സപ്പോർട്ടീവ് അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു, എന്നോട് അങ്ങോട്ട് തന്നെ ആ ലൈഫിലോട്ട് തന്നെ തിരിച്ചു പോവാൻ. അപ്പൊ അനുഭവിച്ച ഒരു ബേജാറ്, ടെൻഷൻ, എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. അപ്പം അതിന്റെ ഫലമായിട്ട് എനിക്ക് അസുഖം വന്ന് പോയി കഴിഞ്ഞപ്പോ ഡോക്ടർ എന്നോട് ഇതാ പറഞ്ഞത്, ഇതിനൊന്നും മരുന്ന് കുടിക്കാൻ നിൽക്കരുത് ഈ ചെറിയ പ്രായത്തിൽ. അന്ന് 24 വയസ്സ്, ഇപ്പൊ എനിക്ക് 30 വയസ്സ് കഴിഞ്ഞു. ഈ പ്രായത്തിൽ ഇതിനൊന്നും മരുന്ന് വേണ്ട, പക്ഷെ ടെൻഷൻ കൂടുതലാണ്, അതുകൊണ്ടാണ് ഇതുണ്ടായത്. ടെൻഷൻ മാറ്റാനുള്ള വഴി നോക്കൂ എന്ന് പറഞ്ഞു. അന്ന് ആ ഡോക്ടറെ അടുത്ത് ഒറ്റ വിസിറ്റ് ഞാൻ എടുത്തു. പിന്നീട് EFT തുടങ്ങി. ഇന്ന് വരെ എന്താ പറയാ, ദൈവം സഹായിച്ച് എനിക്ക് ആ വലിയ വേദന വന്നിട്ടില്ല. മറ്റേത് എനിക്ക് ഇവിടുന്ന് മൈഗ്രെയിൻ്റെ ഒക്കെ അറിയാം, മൈഗ്രെയിൻ ആയിരുന്നില്ല, അത് മൈഗ്രെയിൻ്റെ ഒരു കൂടിയ വേർഷൻ എന്നാ പറഞ്ഞിരുന്നത്. അത് എനിക്ക് വന്നിട്ടില്ല. അത് അൽഹംദുലില്ലാ മനസ്സിന്റെ ആരോഗ്യം വർദ്ധിച്ചപ്പോ ആ ഒരു സംഗതി വിട്ടുപോയി, അലർജി എന്നെ വിട്ടുപോയി. അങ്ങനെ വേറെയും കുറച്ച് പെയിൻസ് ഉണ്ടായിരുന്നു, ഷോൾഡർ പെയിൻ, ഇത് അങ്ങനത്തെ കുറെ സാധനങ്ങൾ വിട്ടുപോയി. നമ്മളിങ്ങനെ ഹീലിംഗ് ജേണിയിൽ ഇരിക്കുന്നതോടുകൂടെ നമ്മളിങ്ങനെ നമ്മളെ പ്യുവർ ആക്കി നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങള് ഇതിങ്ങനെ മാറ്റി മാറ്റി വരുന്നതോടെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെച്ചപ്പെടും, അത് ഉറപ്പാണ്. അത് അതിന് ഇതുപോലെ മാമിന്റെ പ്രൊഫഷണൽ ലൈഫ്, വർക്ക് ലൈഫ് പറഞ്ഞിരുന്നല്ലോ, ജോലി പോയ സമയത്താണ് ചെയ്തത്. അതിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ യെസ് ദാറ്റ് ഈസ് എൻ അമേസിംഗ് തിങ് അല്ലേ മാം. നമുക്ക് ഓൾറെഡി ഒരു കമ്പനിയിൽ നിന്ന് ആദ്യം അവരൊരു ഓഫർ അയച്ചു, പിന്നെ അവര് പറഞ്ഞു എടുക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു എടുക്കൂലെങ്കിൽ വേണ്ട, ഞാൻ വേറെ നോക്കും, അങ്ങനൊക്കെ പറഞ്ഞു.
അന്ന് ഞാൻ എനിക്ക് അത്രയും ഫോർഗിവ്നെസ് അവർക്ക് കൊടുത്തിട്ട് ആണ് എന്ത് ചെയ്തത്, അവര് വീണ്ടും എന്നെ അപ്രോച്ച് ചെയ്തു. നിങ്ങൾ വേറെ എവിടേക്കും കൊടുക്കരുത്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഓഫർ എന്താ പറയാ റീജോയിനിങ് സ്റ്റേജിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല സംഭവം അന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വീണ്ടും പുതിയൊരു ജോലി പെട്ടെന്ന് തന്നെ കിട്ടി. എല്ലാവരും പറയും ഒരു ജോലി പോയാൽ ഒരു കൊല്ലത്തോളം ജോലി നോക്കണം അത് ഇത്. പക്ഷെ നമ്മള് ഒരു ജോലി പോയപ്പോഴത്തേക്ക് ആ ഗ്യാപ്പിൽ EFTയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഇവർ പറഞ്ഞ എല്ലാ മൊഡാലിറ്റീസും ഞാൻ ചെയ്ത് എനിക്ക് അപ്പത്തിന് തന്നെ ഈവൻ ദോ ആ സമയത്തൊക്കെ ഇന്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് തട്ടിമുട്ടി പോയി. ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഒന്ന് ഇപ്പം കാലിക്കറ്റും ഞാൻ പെരിന്തൽമണ്ണയാന്നല്ലോ, സോ കാലിക്കറ്റും അവിടെ ഇവിടെ ഒന്ന് പോയി സ്റ്റേ ചെയ്ത് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ ദോ അവിടൊക്കെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതൊന്നും നമുക്ക് വന്നില്ല. ബിക്കോസ് അത് നമുക്ക് നല്ലതിനാവൂല എന്നുള്ള രീതി ആയതുകൊണ്ടാണ് യൂണിവേഴ്സ് നമ്മളിലോട്ട് അത് എത്തിക്കാതിരുന്നത്. എന്നിട്ട് നമുക്ക് പെരിന്തൽമണ്ണയിലുള്ള ഒരു കമ്പനി തന്നെ നമുക്ക് ജോലി കിട്ടി. 1 ഇയർ സക്സസ്ഫുള്ളി അവിടെ റണ്ണായി. എനിക്കൊരു ബെസ്റ്റ് പെർഫോമൻസ് അവാർഡൊക്കെ അത് ഏത് കമ്പനിയിൽ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. കാരണം പ്രൊഫഷണലി ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളാണ്. എന്നാലും അവിടുന്ന് എനിക്ക് കിട്ടി. അവിടുന്ന് എനിക്ക് ധൈര്യം വന്നു ഒറ്റയ്ക്ക് തുടങ്ങാം. അതുവരെ എനിക്ക് അതൊന്നും കാരണം എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനേ ഉണ്ടായിരുന്നു. ഞാനേ ഇപ്പോൾ ഉള്ളു, പണ്ട് ഞാനും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനത്തെ അവസ്ഥയല്ല. അപ്പൊ ഇപ്പൊ നമ്മൾ അതിനായിട്ട് ഇറങ്ങി തിരിച്ച് അതിന്റെ ലോണും കാരണം സാമ്പത്തികമൊന്നും നമുക്ക് അങ്ങനെ ഇല്ല, നമുക്ക് ആരും ഒന്നും തരാനൊന്നുമില്ല. ഈവൻ ദോ ഐ ക്യാൻ ഡു ഇറ്റ് ബിക്കോസ് ഐ ഹാവ് പൊട്ടൻഷ്യൽ എന്നൊരു സാധനത്തിൽ ഉറച്ച് ഞാൻ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പൊ മാർച്ച് 16 നമ്മൾ ഓഫീസ് ഇവിടെ പെരിന്തൽമണ്ണ KSRTC ഓപ്പോസിറ്റ് ഞാൻ എൻ്റെ ഒരു 3 കൊലീഗ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തു. നല്ല നിലക്കാണ് ഇതുവരെ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി സ്റ്റുഡൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേരെ പറഞ്ഞു വിടുന്നുണ്ട്, ഒത്തിരി പേരുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്തത് ഞാൻ എന്നെ മാറ്റിയപ്പോഴാ. എന്നെ മാറ്റാൻ സഹായിച്ചത് ഇവരാ. ഇപ്പോഴും ഒരുപാട് എന്താ ഹീലിംഗ് മൊഡാലിറ്റീസ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. EFT ഉണ്ട്. എവറി ടൈം ഞാൻ ഷാഫി സാറുമായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാത്തിനും അഡ്വൈസ് ചോദിക്കാറുണ്ട്. നമുക്ക് സെഷൻസ് എടുത്തിരുന്നു അല്ലേ? ഏതാ ഷാഫി സാറിന്റെ പേഴ്സണൽ സെഷൻ എടുത്തിരുന്നില്ലേ? അതെ അതെ, അതല്ലേ ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞത്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോ അത് കോമൺ ആയിട്ടുള്ളതല്ലേ. ഓരോരുത്തർ അനുഭവിച്ച കഥകൾ വേറെയല്ലേ. അല്ലെങ്കിൽ ഓരോരുത്തർക്കും മനസ്സിനേറ്റ മുറിവും രോഗവും വേറെയാ. ആ രോഗത്തിനനുസരിച്ച് നമുക്ക് ചികിത്സ കൊടുക്കണം. ഒരാൾക്ക് ചെവി വേദന ആവുമ്പോ ഒരാൾക്ക് എന്തായിരിക്കും തലവേദന, ഒരാൾക്ക് ഇയർ പ്രോബ്ലം. അങ്ങനെ മനസ്സിന്റെ രോഗങ്ങൾ വ്യത്യസ്തമാ. അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് കൊടുക്കുമ്പോഴാണ് ആ രോഗം മാറുന്നത്. കോമൺ ആയിട്ട് ആന്റിബയോട്ടിക്സ് കൊടുത്തു വെച്ച് എല്ലാ ഏരിയയിലും മാറ്റം വരില്ലല്ലോ. അപ്പൊ നമ്മൾ പേഴ്സണൽ സെഷൻ എടുത്തിരുന്നു. പിന്നെ അയ്യോ ഇവിടെ കറണ്ട് പോയിട്ടോ. പിന്നെ അതേപോലെ ഇൻഡിവിജ്വൽ സെഷൻസ്, പിന്നെ മെന്റേഴ്സ്. നിങ്ങൾ എനിക്ക് സെഷൻ തരുമ്പോഴൊക്കെ നമ്മുടെ സ്റ്റോറി കംപ്ലീറ്റ്ലി നിങ്ങൾ അറിയുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഇൻഡിവിജ്വൽ സെഷൻസ് ഒരുപാട് എന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഒന്നാമത് നിങ്ങൾ പറഞ്ഞോളൂ. യെസ്, കാണാവോ? യെസ്, കാണാണ്ട്. മെയിൻ ആയിട്ട് ഏത് പ്രാക്ടീസ് ആണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്? ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിലേ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം ആദ്യം വേണ്ടത്. നമ്മൾ എന്നുള്ള വ്യക്തിനെ പ്രോപ്പറായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് കിട്ടിയ ഈ ജന്മം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ബർത്ത്, അതിനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തി, നമ്മളെല്ലാവരും യൂണിവേഴ്സിന്റെ ഒരു പാർട്ടാണെന്നല്ലേ പറയുന്നത്. സോ ആ വ്യക്തിക്ക് തന്നെ അറിയാം ഏത് നിങ്ങൾ ഉദ്ദേശിച്ച ഗോള്. ഒരു കാറ് വാങ്ങാനാണ് ഗോൾ, അല്ലെങ്കിൽ ഒരു വീട് വെക്കാനാണ്, അതിനെന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ആ വ്യക്തിക്ക് അറിയാം. ആ വ്യക്തിയിലോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന് സെൽഫുമായിട്ട് കണക്ട് ചെയ്യുന്ന മെത്തേഡ്സ്, സെൽഫ് ലവ് വരുന്നുണ്ട്, അതിൽ സെൽഫ് അക്സെപ്റ്റൻസ് വരുന്നുണ്ട്, മെയിൻലി സെൽഫ് ഫോർഗീവ്നെസ്. നമുക്ക് തന്നെ പുറത്തു കൊടുക്കുക. പിന്നെ സെൽഫ് എസ്റ്റീം, അങ്ങനത്തെ സെൽഫുമായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് എന്നെ ഒന്ന് തിരിച്ചു പിടിക്കാൻ പറ്റിയത്. പിന്നെ സൈഡിൽ കൂടെ നമ്മൾ പാരന്റ്സിന്റെ ഫോർഗീവ്നെസ് അത് കൊടുക്കണം, മറ്റുള്ളവർക്കുള്ള ഫോർഗീവ്നെസ്, അങ്ങനെ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. പക്ഷെ നമുക്ക് ഈ ലൈഫിൽ എന്താണോ കിട്ടിയത്, ഈവൻ ദോ വി ഹാവ് മോർ പ്രോബ്ലംസ്, ബട്ട് നമുക്ക് എന്നാലും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കാര്യമുണ്ടല്ലോ.
ഹെൽത്ത് ഉണ്ട്, വെൽത്ത് ഉണ്ട് അല്ലെ, പിന്നെ അതുപോലെ സൗകര്യങ്ങളുണ്ട്. നമ്മളിപ്പോഴും ജന്മിത്വ സമ്പ്രദായത്തിലൊന്നുമല്ല, നമുക്ക് ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചെയ്യാം. അതിനുള്ള ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്. പിന്നെന്തിനാ ഗ്രാറ്റിറ്റ്യൂഡ് പറയാതിരിക്കുന്നത്? വി ഹാവ് കൗണ്ട്ലെസ് റീസൺ ടു സേ താങ്ക് യു. അത് പറയുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രാപ്തി വരും. അത് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു 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 ഉള്ളിൽ നിന്നുള്ള ഒരു കോറിന് ഒരു സ്ട്രെങ്ത് വരും. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മുടെ ഫിസിക്കൽ കോർ സ്ട്രെങ്ത് ചെയ്യണം എന്ന് പറയും. കോർ സ്ട്രെങ്ത് ആക്കിയാൽ നമുക്ക് ബോഡി സ്ട്രെങ്ത് ആവും എന്ന് പറയും. മൈൻഡിനെ സ്ട്രെങ്ത് ആക്കണമെങ്കിൽ കോറിൽ നിങ്ങൾ സെൽഫിനായിട്ട് കണക്ട് ചെയ്യണം. മൈൻഡിന്റെ കോർ സ്ട്രെങ്തനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കിട്ടിയാലേ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ അതാണ്. സെൽഫ് കണക്ട് വന്നപ്പോ കിട്ടിയിട്ടുണ്ട് അല്ലേ? പിന്നെ യെസ് അതുപോലെ പഴയ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡിലേക്കും നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ കഴിവിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു അല്ലേ? യെസ് അത് നമ്മളുടെ എന്നല്ല, എവറി പേഴ്സൺ ഹാവ് എബിലിറ്റീസ് മാം. എല്ലാവർക്കും കഴിവുണ്ട്, ബട്ട് ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അത് ആ ഒരു പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇത് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അടിയിൽ ചളിയിൽ കിടക്കുകയായിരിക്കും. അപ്പൊ നമ്മള് അതവിടെ ഇങ്ങനെ കിടന്ന് വിചാരിച്ചൊന്നും നമുക്ക് കിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ ചളിയൊക്കെ ആദ്യം വെള്ളം ഒന്ന് കലക്കിയിട്ട് ആ വെള്ളം ഒഴിച്ച് അതിലേക്ക് നല്ല വെള്ളം നിറക്കണം. അതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റന്റ് പവറിനെ നമുക്ക് എന്താ പറയുക, സറണ്ടർ ചെയ്യാൻ പറ്റും. സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാല് ഞാൻ ചിന്തിക്കണതല്ല, ഇവര് പറയുന്നുണ്ടല്ലോ, ഇവര് പറയുന്നത് നമുക്കൊന്ന് നോക്കി വെക്കാം എന്നുള്ള വിശ്വാസത്തില് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസം ഒരു മുഖ്യമായിട്ടുള്ള ഘടകമാണ്. ടൈം നിങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഓവറായിട്ടൊന്നും ഒറ്റ ടൈമിൽ തന്നെ അത് സംഭവിക്കണമെന്നും ഇല്ല. 3 കൊല്ലമായിട്ട് ഇതിനകത്താണ് ഞാനിപ്പോഴും. സ്റ്റിൽ ഐ ഹാവ് പ്രാക്ടീസസ്, സ്റ്റിൽ ഐ ആം ടേക്കിംഗ് തെറാപ്പി. എല്ലാം ഇതന്നെ എന്നിലോട്ട് എത്താൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. പക്ഷെ അവയർനെസ് ഉണ്ട്. എന്താണ് ഇങ്ങനെ ചിന്തിക്കേണ്ടത്? ഇങ്ങനെ അല്ലല്ലോ ചിന്തിക്കേണ്ടത്. അത് സാരല്ല, ശരിയാവും, നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. ഇത് ഒറ്റക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇവര് തെറാപ്പിസ്റ്റുകൾ, ഹീലേഴ്സ് ഒക്കെ നിങ്ങളെ ഗൈഡൻസ് ആണ്. അവര് ലൈഫ് ടൈം നമ്മുടെ കൂടെയല്ല ഉണ്ടാവുക. ഒരു ഹീലിംഗിന്റെ സക്സസ് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഹീലിംഗ് വരാനും നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഹീലിംഗ് എടുക്കാനുള്ള ആ ഒരു വിസ്ഡം, ആ ഒരു അറിവും ആ ഒരു ടൈമിങ്ങും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടണം. അതാണ് ഹീലിംഗ് തെറാപ്പിയുടെ ഒരു സക്സസ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത്. യെസ്. പിന്നെ ഇതില് വന്ന ശേഷം നിങ്ങളുടെ ടീമിന്റെ സപ്പോർട്ട് എങ്ങനായിരുന്നു? ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടും ആ സപ്പോർട്ട് കിട്ടിയിരുന്നോ? യെസ് ഓ അതെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളുമായിട്ട് ഞാൻ അത്രയും ക്ലോസ് ആയി. ആ ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ ഹജിറ മാമും ഷാഫി സാറും ഫെബിന മാമും ഒക്കെ ആയിട്ട്, പക്ഷെ നമ്മുടെ ലൈഫല്ലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത്. നമ്മളുടെ അല്ലെ, നമ്മൾ അങ്ങനെ ആരുടെ നമ്മുടെ വേദനകളും വിഷമങ്ങളൊന്നും പറയില്ല, ഇരുന്ന് കരയൊന്നുമില്ല. നമ്മള് എപ്പോഴും എനിക്കൊന്നുമില്ല അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് നമുക്ക് ആരും അടുത്ത് അങ്ങനെ വിട്ടുകൊടുക്കൂലല്ലോ. സോ എസ്പെഷ്യലി തെറാപ്പി സെഷന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റും അതുപോലെ ആ ക്ലയന്റും തമ്മിൽ ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം. ഒരു സ്ട്രോങ് റാപ്പോ വേണം. അപ്പൊ അതിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഫുള്ള് പറയും. സോ ഞാൻ എൻ്റെ മൈൻഡും എൻ്റെ ബ്രെയിനും ഒക്കെ കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കി ഞാൻ നിങ്ങൾക്ക് തന്ന്, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒക്കെ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അറ്റാച്ച്മെന്റാ അല്ലെ? നമുക്ക് ജീവിക്കാൻ സ്ട്രെങ്ത് തന്നിട്ടുള്ള ടീമാണ്. സോ ആ ഒരു റെസ്പെക്റ്റും ആ അറ്റാച്ച്മെന്റും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിന്റെ ശേഷമാണെങ്കിലും എന്ത് അഡ്വൈസിനും ഞാൻ കണക്ട് ചെയ്യാറ്. സാറുമായിട്ട് ത്രൂ ഔട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്, ഇടക്ക് കാണാറുണ്ട്. ഐ മീൻ കാലിക്കറ്റ് ഒക്കെ പോകുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ എപ്പോഴേലൊക്കെ കാണാറുണ്ട്. എന്നിരുന്നാലും ഓരോ ലൈഫിൽ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴൊക്കെ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയാ, പ്രോഗ്രാംസ് ഇപ്പോഴും ഹീലിംഗ് വരുന്നുണ്ടല്ലോ. അപ്പം അതിലെല്ലാ പ്രോഗ്രാംസിലൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ബട്ട് ഐ എം ഡൂയിങ് മൈ സെൽഫ്. ഞാൻ ഏർലി മോർണിംഗിലും അതുപോലെ കിടക്കാൻ നേരത്തൊക്കെ ഇത് ചെയ്തിട്ട് ടാപ്പിംഗ്, ഹീലിംഗ്, പിന്നെ മെഡിറ്റേഷൻസ്, പിന്നെ കുറച്ച് യോഗ ഐറ്റംസ്, നമ്മുടെ ബ്രീത്ത് കൺട്രോളിങ് സംഗതികളൊക്കെ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളേനെ. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്.
മാം അതിനായിട്ട് കുറച്ച് ടൈമും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. മാമിന്റെ ഓരോ ട്രോമാസും എത്തിയിട്ട് അതിനായിട്ടുള്ള പ്രാക്ടീസസിന് വേണ്ടിയിട്ടുള്ള ടൈം മാറ്റി വെക്കുക. പിന്നെ ഡൗട്ട്സുകൾ വരുമ്പോൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യും. സോ മാമിന്റെ ഭാഗത്ത് നിന്ന് നല്ല എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഏത് ക്ലാസ്സിൽ പോയാലും ഇതാണ് അവസ്ഥ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കും. ആ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ആള് എന്നെ പരിചയമായിട്ടുണ്ടാവും. അപ്പൊ എന്തും ചോദിക്കാം. ആ അതാണ് അത്രയും ബുദ്ധിമുട്ടിയത്. സോ ആ ചേഞ്ചസ് നമുക്ക് വരണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി വേർത്ത് ആവണം എന്നുള്ള ആഗ്രഹത്തോട് ചെയ്യുന്നതാണ്. സോ യെസ് കാരണം എന്താ അറിയോ, മാറ്റാൻ ഐ പറ്റും. വാസ് നോട്ട് ഹാവിങ് എനി ഓപ്ഷൻ. എനിക്ക് എന്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. മുന്നിലോട്ട് നോക്കി ഇരുട്ടായിരുന്നു. സോ നിങ്ങളൊരു വെളിച്ചം അവിടെ കാണിച്ചെന്ന്. അപ്പൊ അത് നല്ല വെളിച്ചാണെങ്കിൽ എനിക്ക് അത് കൈ പിടിച്ചിട്ട് എനിക്ക് പൊക്കൂടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും പിന്നെ എന്താ പറയാ, എനിക്കും അങ്ങനെ സ്ട്രെസ് വന്നാലൊന്നും ഒതുങ്ങിയിരുന്നത് എങ്ങനെയാണെന്നും പറ്റില്ല. ഞാൻ പാനിക്കാവും, എനിക്ക് എന്തൊക്കെയാ സംഭവിക്കാന്ന് അറിയില്ല. അതിന്റെ പിറകിലാണ് ഇങ്ങനെ ഞാന് അപ്പപ്പോ ഓരോന്ന് വിളിക്കും. അപ്പപ്പോ ഓരോ കാര്യങ്ങൾ, പകലാണേലും രാത്രിയാണേലും. ഏർലി മോർണിംഗ് 7:30 എനിക്ക് ഹാജരമാം സെഷൻ തന്നിട്ടുണ്ട്. അത്രയും അവരൊക്കെ എന്നെ അത്രയും ചേർത്ത് പിടിക്കുന്ന രീതിയിലായിരുന്നു അവരെന്നെ പിന്നെ ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും മാമിന്റെ അടുത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് ഇത്രയും സമയം അവരെന്നെ സഹിച്ചു. അവരെന്തൊക്കെയാണ് വിചാരിച്ചിട്ടത് എനിക്ക് അറിഞ്ഞൂടാ. ഇതില് EFT ആരൊക്കെ ചെയ്യുന്നത്? എത്ര പേര് EFT ചെയ്യുന്നേ? ഒന്ന് പറയോ? ഞാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തു. കമന്റ് ചെയ്തു. കുറെ പേര് ചെയ്യുന്നവരുണ്ട്. ആരും വീഡിയോ ഒന്നും ഇതിൽ കാണുന്നില്ല, എല്ലാവരും ഓഡിയോ ആണ്. നോബഡി ഈസ് പുട്ടിങ് ദ വീഡിയോ. ഞാനും മാമും മാത്രമേ വീഡിയോ ഉള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാം, കമന്റ് ചെയ്യാം. EFT ചെയ്യുന്നവരുണ്ടോ ഇതിനകത്ത്? ഇപ്പം കറന്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ബിന്ദു മാം, ഇക്ബാൽ ഉണ്ട് അല്ലേ? ആ പിന്നെ എന്താ ഇതിനകത്ത് വെച്ചാലേ, സറണ്ടർ ചെയ്യാട്ടോ. പറയാൻ മടിയുള്ള കാര്യങ്ങള്. പറഞ്ഞോട്ടോ. ബിന്ദു മാം, ബിന്ദു പുതുക്കോടിയാണോ മാം നമ്മുടെ? ഇല്ല, ഈ ഒരു പുതിയ ബാച്ചില് വേറെ ഒരു ബിന്ദു മാം ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഞാൻ ഇക്ബാലാണ്. പള്ളി സാബി സാറടുത്തല്ല ഉള്ളതിന്. പള്ളി സാബി സാറും റഫീഖ് സാറും ഉണ്ടായില്ല. സമയത്താണ് EFT ചെയ്തത്. ഓക്കെ സാബി സാറെ ഇപ്പൊ സാബി സാറെ ഫോളോ ചെയ്യുന്നത് ഇപ്പോഴും. ശരി സാർ എന്താ ചെയ്യുന്നത്? വർക്ക് എന്താ ചെയ്യുന്നത്? ഞാൻ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യുന്നില്ല. ഓക്കെ അപ്പം ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ EFT വന്നത്? അതെ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാബി സാറ് ഫോളോ ചെയ്തിട്ട് ചില ഗോളൊക്കെ, ചെറിയ ഗോളൊക്കെ അച്ചീവ് ആയി കൊണ്ടിരിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മളതിന് പീസ്ഫുൾ മോഡിൽ ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോഴാണ് ഗോളിലോട്ട് എത്താനൊക്കെ നമുക്ക് പറ്റുക. നമുക്ക് മെന്റലി ആരോഗ്യം വരിക, മനസ്സിന് ആരോഗ്യത്തോടെ വെക്കുക എന്നുള്ളതാ. മനസ്സിൽ ഇപ്പൊ ചെറിയൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്. അത് ശരിയാവുന്നുള്ള സ്വന്തമായിട്ട് റൂമൊക്കെ ഉണ്ട്, ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? സലീന മാം. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഞാൻ EFT ചെയ്യുന്നുണ്ട്. ഓക്കെ പക്ഷെ വീഡിയോ ഓൺ ആക്കാത്തത് കിച്ചണിലാണ് ഉള്ളത്. ഇന്നൊരു പ്രോഗ്രാമിന് പോകാനുണ്ട്, അതിന്റെ തിരക്കിലാണ്. നോ ഇഷ്യൂ മാം. ഞാനിപ്പോ ഒരു 1-2 ദിവസമായി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാമിന്റെ ഈ ഒരു സെഷനും കൂടി കേട്ടപ്പോ ഭയങ്കര ഒരു ഇതായി. കാരണം മാമിനോട് ഒരു ഡൗട്ട് ചോദിക്കാനില്ല. മാം എല്ലാം ഇങ്ങോട്ടെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. തുടക്കം തൊട്ടേ എല്ലാം മാമിന്റെ കാര്യങ്ങള് എവരി വണ്ണായിട്ട് ഓരോന്നും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് ചോദിക്കാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാം നോ പ്രോബ്ലം, സറണ്ടർ ചെയ്താൽ മതി കേട്ടോ. എത്രത്തോളം നമുക്ക് ഈ EFTയിലും ഇവരുടെ അടുത്തൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്കൊന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു ഫീലും വരുന്നില്ല എന്നാണെങ്കിൽ അത്ര നമുക്ക് റെസിസ്റ്റന്റ് പവർ ഉറച്ചു നിൽക്കുക. ആ ലെയർ കട്ട് ചെയ്ത് പോയാലാണ് ഉള്ളിലുള്ള നമ്മുടെ സോൾ അലൈൻമെന്റിലോട്ടൊക്കെ എത്താൻ പറ്റുക. അപ്പം മനസ്സിലാക്കുക, ആർക്കെങ്കിലും ഇപ്പൊ ഇതിൽ EFT ചെയ്യുമ്പോൾ ന്യൂട്രൽ ഫീലിംഗ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് ഇവരുടെ അടുത്ത് പറയാം, എനിക്കൊന്ന് ഞാൻ എന്താണ് സെൽഫിലോട്ട് എത്താൻ ഒന്നും കൂടി ചെയ്യേണ്ടത്. അപ്പം എന്തെങ്കിലും റെസിസ്റ്റന്റ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇതൊന്നും നല്ലതല്ല, അല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. അതിനെ പിടിച്ച് കട്ട് ചെയ്യുമ്പോഴാണ് ബ്രെയിന് വേറെ തിങ്ക് ചെയ്ത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്ന കുറെ സാധനമുണ്ട്. ഒരു ചിന്ത കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ ഡെവലപ്പായിട്ട് ആ ചിന്ത വലുതാവും.
അത് വലുതാവുമ്പോൾ അത് ആക്ഷനായിട്ട് നമുക്ക് വരും. സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, മാറി ചിന്തിക്കാൻ തുടങ്ങും. സോ ഏത് ചിന്തയാണ് അവിടെ റെസിസ്റ്റന്റ് ആയി നിൽക്കണം എന്നുള്ളത് ആദ്യം നോക്കുക. അതൊക്കെ മാമും ഇവരൊക്കെ പറഞ്ഞു തരും. കാരണം ഞാൻ അങ്ങനെയാണ് ഓരോന്നിനും പൊട്ടിച്ച് ഇതിലോട്ട് എത്തിയത്. അപ്പൊ സറണ്ടർ ചെയ്യുക. നമ്മൾ ചിന്തിച്ച പോലെ ചിന്തിച്ചാലൊന്നും ജീവിതം എത്തൂല. സോ ദർ ആർ അതർ മൊഡാലിറ്റീസ് ടു തിങ്ക് എന്നുള്ള സാധനം കൊടുത്ത് ഞാൻ അതിലോട്ട് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുന്ന എനിക്ക് എൻ്റെ ലൈഫ് മാറ്റണം. എനിക്കൊരു സമാധാന ആരോഗ്യമൊക്കെ വേണം. അതിലൊരു തെറ്റും ഇല്ല. പക്ഷെ ഇപ്പോൾ ഉള്ള റെസിസ്റ്റൻസ് എൻ്റെ കുട്ടിക്കാലത്തും അല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്നൊക്കെ ആദ്യം നമ്മളോട് തന്നെ ഒന്ന് കരുണയോടെ പറയാം. ദേഷ്യമൊന്നും ഇല്ലാണ്ട് നമ്മൾ നമ്മളേനെ ചേർത്ത് പിടിക്കുക. അപ്പൊ ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ വരും. ഓക്കെ, എന്നാ ഒന്ന് നോക്കി നോക്കാം. എനിക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചിന്തകളാണ് നമുക്കുള്ള ഓരോ പ്രവൃത്തികൾ, അല്ലെ? സോ അങ്ങനെയൊക്കെ ചെയ്താൽ വിജയിക്കും. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും ഇല്ലാത്ത കാര്യമൊന്നുമല്ല, ഇതുള്ളത് തന്നെയാണ്. ഈ മേഖല ഇപ്പോഴത്തെ ഒരു വേൾഡിൽ ഇതിങ്ങനെ ഡെവലപ്പ് ആവും. നിങ്ങൾക്കറിയാം, ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ നോക്കിയേ കാണുന്നത് ഫുൾ ഇതാ. 1 കോടി മാനിഫെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പാർട്ട്ണറെ മാനിഫെസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഫസ്റ്റ് യു മാനിഫെസ്റ്റ് യുവർ ഹീൽഡ് വേർഷൻ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ പരസ്യത്തിന് പകരം ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഹീൽഡ് വേർഷനിലോട്ട് എത്തുക എന്ന് പറയുമ്പോൾ അത് അമേസിങ് ആ. അല്ലാണ്ട് പെട്ടെന്ന് 1 കോടിയും 1 വണ്ടിയും ഒരു വലിയ സംഗതികളൊന്നും പറ്റില്ല. ഹീൽഡ് വേർഷനിലാണ് മാനിഫെസ്റ്റേഷൻ എല്ലാം നടക്കുന്നത്. വിഷ്വലൈസേഷനും ഗോളൊക്കെ നമ്മുടെ ഹീൽഡ് വേർഷനിലാണ് നടക്കുന്നത്. അപ്പൊ അതിലോട്ട് ഫസ്റ്റ് നിങ്ങൾ എത്തുക. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. ഓക്കെ മാം, കുറെ സമയമായോ? താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബിന്ദു മാമിന്റെ വീട് എവിടെയാ? കണ്ണൂരാ. കണ്ണൂരാ അല്ലെ? ഫൈൻ ഫൈൻ. ഫെബിന മാം, എനിത്തിങ് മോർ? ഇല്ല, ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് സെലീന മാം ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് ജനറേഷണലി ട്രോമാസ് കിട്ടും. അത് മാമിന്റെ ഫാമിലിയില് ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാണ്. സോ നിങ്ങൾ അത് ആ ട്രോമ നിങ്ങളുടെ കുട്ടിയിലേക്ക് പാസ് ഓൺ ചെയ്യുന്നില്ല. നല്ലൊരു റൈറ്റ്. സാധിക്കുന്നുണ്ട്. അതായത് ഞാൻ EFT നിർത്തിയിട്ടില്ല. എനിക്കിപ്പോഴും ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് കുറെ കളഞ്ഞു. സ്റ്റിൽ ഞാൻ അതിനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ ഒരുപാട് ആങ്കർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഐ എം ക്ലിയറിങ് ബിക്കോസ് മെയിൻ തിങ് ഐ ഗോട്ട് അവയർനെസ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മളത് കട്ട് ചെയ്യണം. അതിങ്ങനെ കണ്ടിന്യൂ ആവുന്നത് എൻ്റെ ഉള്ളിൽ അത് ഉറച്ചത് കൊണ്ടാണ്. സോ പതുക്കെ എനിക്കത് മാറ്റണം എന്ന് പറഞ്ഞ് ഐ റെസ്പെക്ട് മൈ സെൽഫ്. ഓക്കെ, ഞാൻ വളരെ നല്ല വ്യക്തികളാണ്. നമ്മളെല്ലാവരും വളരെ നല്ല വ്യക്തികളാണ്. പക്ഷെ നമുക്ക് എന്തൊക്കെയോ നമ്മുടെ ഉള്ളിൽ കുഞ്ഞാകുമ്പോഴേ അല്ലെ, നമുക്ക് എട്ടും പൊട്ടും തിരിയാത്ത സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഓരോ വേദനകൾ, ഈഗോകളും ബുദ്ധിമുട്ടുകളൊക്കെ ആകുമ്പോൾ ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ഓരോരോ സ്വഭാവങ്ങൾ ഡെവലപ്പ് ആയത്. അത് എന്നെ വളരെ കരുണയോടെ ഞാൻ അത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് മിറർ പ്രാക്ടീസ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല. നമ്മളത് നിർത്താൻ മാത്രമൊന്നും ഞാൻ മാറിയിട്ടില്ല. സോ ഐ സ്റ്റിൽ ലേണിംഗ്. അതാണ്, മെച്ചപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ലൈഫ് ലോങ് നമ്മൾ ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്തത് അത് ലൈഫ് ലോങ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് EFT. സോ എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഫാമിലിയിൽ സൈക്കിൾ ബ്രേക്കർ ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് സെലീന മാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന്, ഈ നിങ്ങളെ എഫേർട്ട് എടുത്ത് ടൈം എടുത്തിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു ആൻഡ് വിഷ് യു ഓൾ എ വെരി ബ്യൂട്ടിഫുൾ ഡേ. താങ്ക് യു മാം. ബൈ ബൈ. Go wind up here. Thank you.